മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ എൻ്റെ തിരുനാമത്തിൽ സ്തുതി. മരണം മൂലം നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സജ്ജാനത്തിൻ്റെ മൃതസംസ്കാരത്തിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ ഈശോനാഥൻ്റെ ജീവിതവും മരണവും അനുസ്മരിക്കുന്ന ഈ നിമിഷത്തിൽ കർത്താവ് വിശ്വസിച്ച ഒരു ഭാഗ്യവതിയായ ഒരു സിസ്റ്ററിൻ്റെ ഓർമ്മകൾ നാം ഇപ്പോൾ ആഘോഷിക്കുകയാണ്. സഫലമായ 75 വർഷത്തെ ജീവിതത്തിൻ്റെ ഒരു പര്യവസാനമായിരുന്നു കഴിഞ്ഞ ദിവസം സിസ്റ്റർ മരിച്ചപ്പോൾ നമുക്ക് അനുഭവവേദ്യമായത്. ശാന്തവും സൗമ്യവുമായ ഒരു ജീവിതം. അപ്പോൾ വായിച്ച വചനം പോലെ ഒരു മാൻപേടയെ പോലെയുള്ള ഈ സഹോദരി നമ്മിൽ നിന്ന് വേർപിരിയുമ്പോൾ എന്തെല്ലാം ഓർമ്മകളാണ് നമുക്ക് സമ്മാനിച്ചിട്ട് പോകുന്നത്. ഡീപ് ജീസസ് എന്ന വിശേഷൻ ആപ്തവാക്യം ജീവിതത്തിലുടനീളം പകർത്തി ക്രിസ്തുവിനെ സ്വന്തമാക്കുകയും ക്രിസ്തു അവളെ സ്വന്തമാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഈ ലോകത്തിലെ ഭൗമികമായ ഈ ലോകത്തിലെ ജീവിതത്തിൽ നിന്ന് സ്വർഗീയ പിതാവിൻ്റെ മടിത്തട്ടിലേക്ക് ഈ സിസ്റ്റർ കടന്നു പോകുന്നത്. ഹൃദയശുദ്ധിയുള്ള ഭാഗവാന്മാർ അവർ ദൈവത്തെ കാണും. അതുപോലെ ഹൃദയശുദ്ധിയുള്ള ഒരു സിസ്റ്ററായിരുന്നു സിസ്റ്റർ ജാനറ്റ്. ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുകയും അവർക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത ഒരു സിസ്റ്റർ. സ്നേഹം തോട്ടങ്ങളിൽ വളരുന്നില്ല, സ്നേഹം കമ്പോളങ്ങളിൽ വിൽക്കപ്പെടുന്നില്ല. എന്നാൽ സ്നേഹം എവിടെയാണ് പ്രകടിപ്പിക്കുക? അത് ആത്മസമർപ്പണത്തിലൂടെ മാത്രമാണ് അത് പ്രകടിപ്പിക്കപ്പെടുക. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ ദൈവത്തിന് മനുഷ്യത്വമായിട്ട് സമർപ്പിച്ച സിസ്റ്റർ ജാനറ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സുപരിചിതമാണ്. ആത്മസമർപ്പണത്തിലൂടെ മാത്രം തൻ്റെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയ ഈ സഹോദരിക്ക് ഇവിടെ പറയുകയാണ് നമ്മളിപ്പോൾ. വിശ്വാസവും വിശ്വസ്തയും കൈമുതലാക്കിയ ഒരു സഹോദരി. ഈ സഹോദരിയുടെ ജീവിതത്തെ 2 ലത്തീൻ വാക്കുകളിൽ സംഗ്രഹിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഒന്ന് ഫിയാത്ത്, ദൈവിഷ്ടം നിറവേറട്ടെ എന്നുള്ള അർത്ഥമാണ്. അത് മാതാവിൻ്റെ വാക്കുകളാണ്. ഫിയാത്ത്, ദൈവത്തിൻ്റെ തിരുമനസ് പോലെ എല്ലാം ഭവിക്കട്ടെ എന്ന് ജീവിതത്തിൻ്റെ പ്രമാണമായി കരുതിയ ഒരു സിസ്റ്റർ. ആ ഫിയാത്ത് പറഞ്ഞപ്പോൾ അതുണ്ടാകുന്ന അനന്തരഫലമാണ് മാഗ്നിഫിക്ക. ദൈവത്തിൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്ന ഒരു മംഗളഗീതമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് സിസ്റ്റർ ജീവിതത്തിലുടനീളം പാലിച്ചു പോകുന്നത്. തൻ്റെ വിളി, തൻ്റെ ദൈവവിളി, താൻ എന്ത് ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിന് ഇതിലേക്ക് എങ്ങനെ ദൈവം കടന്നു വരണമെന്ന് ആ സിസ്റ്റർ ആഗ്രഹിച്ചുവോ അതുപോലെയുള്ള ഒരു സന്യാസ ജീവിതത്തിലേക്ക് വിസിറ്റേഷൻ സഭയിലേക്ക് ഈ സഹോദരി പ്രവേശിക്കുന്നു. അപ്പോൾ ആ വിളി സ്വീകരിച്ചപ്പോൾ ആ വിളിക്ക് ഒരു പ്രത്യുത്തരം നൽകേണ്ടിയിരിക്കുന്നു, ഒരു റെസ്പോൺസ് നൽകേണ്ടിയിരിക്കുന്നു. ആ റെസ്പോൺസാണ് മാഗ്നിഫിക്കാത്തതിലൂടെ ആ സിസ്റ്റർ തൻ്റെ ജീവിതത്തെ ഒരു മാഗ്നിഫിക്കാത്താക്കി, ഒരു ദൈവത്തിനെ സ്തുതിയും പുകഴ്ചയും നൽകുന്ന ഒരു ജീവിതമാക്കി തീർത്തു. അപ്പോൾ നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകളുടെ മരണം, വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. മരണം മൂലം നമ്മിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ ഞാൻ ഒരു അന്തിമമായിട്ട് ഒരു ജീവിതത്തിലെ ഒരു മതിലായിട്ടല്ല നാം മരണത്തെ കാണുക. മരണത്തെ നാം പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള ഒരു യാത്രയായിട്ട്. അതുകൊണ്ടാണല്ലോ നാം പറയാറുള്ള മരണത്തെ ഗോയിങ് ഹോം എന്ന് പറയുന്നത്. നിത്യജീവിതത്തിലേക്ക്, നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള പ്രവേശനമാണ്. അതിന് കൂടാണില്ല. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, റോബിൻ ശർമ്മ എന്ന് പറയുന്ന ഒരു കുറ്റക്കാരനായ ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത കാലത്തുള്ള ഒരു പുസ്തകം ഇതാണ്, ഹു വിൽ ക്രൈ വെൻ യു ഡൈ.
who will cry when you die? നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെ കരയും? അത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നടത്തിയ കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ഒരാൾ മരിക്കുമ്പോൾ അനുസ്മരിക്കുന്നത്. അതൊരു അനുസ്മരണയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഒരാൾ ഈ ലോകത്തിൽ നിന്ന് 71 വർഷം കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നാം അനുസ്മരിക്കുന്ന ആ ആൾ വഴി നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ആ ആൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചു എന്നുള്ളതാണ്. ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സന്യാസിനിയെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് തരത്തിലുള്ള സാക്ഷികളാണ്. രണ്ട് തരത്തിലാണ് നമ്മളെവരെയും നമ്മുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുന്നത്. ഒന്ന് അവരുടെ സേവന സാക്ഷ്യത്തിലൂടെ, രണ്ട് അവരുടെ ജീവിത സാക്ഷ്യത്തിലൂടെ. സേവന സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലികളാണ്. സിസ്റ്റർ അനേകം അധ്യാപികയായിട്ട് അനേക നാളുകൾ ജോലി ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ആ അനേകം ആളുകൾക്ക് അക്ഷര വെളിച്ചം നൽകുക മാത്രമല്ല, ശാരീരികമായ ആരോഗ്യം നൽകുന്ന കായിക അധ്യാപികയായിരുന്നു സിസ്റ്റർ. അതുമാത്രമല്ല, ഈ കുട്ടികളുടെ ജീവിതത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട്, അവരുടെ ജീവിതത്തെ മൂല്യങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സിസ്റ്റർ ചെയ്ത പരിശ്രമം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ വിവിധ കാലഘട്ടങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, സിസ്റ്റർ മദറായിട്ടുണ്ട് പല മഠങ്ങളിലും. ആ മദറിനേക്കാൾ കൂടുതലായിട്ട് അസിസ്റ്റന്റ് മദറായിട്ടാണ് കേട്ടിരിക്കുന്നത്. അസിസ്റ്റന്റ് മദറാണ് സത്യത്തിൽ സേവന സാക്ഷ്യത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾ. ഇതുപോലെ ഹോസ്പിറ്റാലിറ്റി ഉള്ള ഒരു സിസ്റ്റർ, അതിൽ അതിഥികളെ സ്വീകരിക്കുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും അവർക്ക് നന്മ വരുത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റർ വളരെ എല്ലാവർക്കും അഭിമതയായിരുന്നു. ആ സിസ്റ്ററിൻ്റെ ആ സേവനങ്ങളുടെ ആ മഠത്തിൽ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് എപ്പോഴും ഉണ്ടായിരുന്നെന്ന് ചിലരോട് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ബിലവ്ഡ് ഓഫ് ഗോഡ്, ദൈവത്തിന് പ്രിയപ്പെട്ട ആളുകൾ മനുഷ്യർക്ക് പ്രിയപ്പെട്ടവരാണ്. ഇവിടെ മനുഷ്യർക്ക് മാത്രമല്ല പ്രിയപ്പെട്ടതായത്, വൈദികരുടെ ഒരു ഫേസ്ബുക്ക് ഒരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഒരു വൈദികൻ സിസ്റ്റർ ജാനിറ്റ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എഴുതിയതാണ്. വിദേശത്തുള്ള വൈദികനാണ്. അദ്ദേഹം എഴുതിയാണ്, ഷീ ലവ്ഡ് അവർ പ്രീസ് ആൻഡ് എൻകറേജ്ഡ് ദം. എന്തൊരു മഹനീയമായ ഒരു വാക്യമാണത്. ഷീ ലവ്ഡ് അവർ പ്രീസ് ആൻഡ് എൻകറേജ്ഡ് ദം. അതായത് മനുഷ്യനെ മാത്രമല്ല സ്നേഹിച്ചത്, ദൈവത്തെ മാത്രമല്ല സ്നേഹിച്ചത്, ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രായോഗിക ആവിഷ്കാരമാണ് അസത്തിൽ മനുഷ്യരോടുള്ള സ്നേഹം. മനുഷ്യരെ സൂക്ഷിക്കുക എന്നുള്ളത്, അവർക്ക് ഒരു ആതിഥ്യം ഒരുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ആർക്കും കൂടിയാണ് ഒരുക്കുക. വൈദികരെ അവർ സ്നേഹിച്ചു എന്നാണ്. ഇന്ന് വൈദികരെ സ്നേഹിച്ചതിൻ്റെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കലറയിലാണല്ലോ സിസ്റ്റർ ജനിച്ചത്. ആ കലറയിലെ മഠമില്ലാതെ ഒരു കാലഘട്ടത്തിലെ സിസ്റ്റർ അവിടെ പോവുകയും സിസ്റ്റർ എനിക്ക് മനസ്സിലായ സിസ്റ്റർ പ്രീസാണെന്ന് തോന്നുന്നു. ഇവരൊരുമിച്ച് ഈ മഠത്തിൽ വന്ന് പള്ളിയിൽ വന്ന് ഞായറാഴ്ചകളിലെ ശുശ്രൂഷ ചെയ്തത്. അപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന ഈ കോട്ടയം നഗരപതിയിലെ 3 കോൺഗ്രിഗേഷനിലും ഉള്ള പല സിസ്റ്റേഴ്സും ഇവരുടെ പ്രേരണപരമാണ് നടത്തിച്ചേർന്നതാണെന്ന് എനിക്കറിയാൻ കഴിയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്വന്തം ദൈവങ്ങളിൽ അഭിമാനിക്കുന്ന ഒരു സിസ്റ്ററാണ്. സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അനുഭവിച്ചവരാണ്. തനിക്ക് അനുഭവിച്ച സന്തോഷം മറ്റുള്ളവരെ അനുഭവിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പെൺകുട്ടികളെ ഒരുക്കുകയും ചെയ്ത ഒരു സിസ്റ്ററാണ്. അതാണ് വിശേഷം സഭയുടെ ചൈതന്യം. അതിനുവേണ്ടി പരിശ്രമിച്ച ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്ററാണ് നമ്മളിൽ നിന്ന് വലിയൊരു സൗരഭ്യം പരത്തിയിട്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സൗരഭ്യങ്ങൾ പരത്തിയിട്ട് പരിമളം നൽകിയിട്ട് നാം കൊഴിഞ്ഞു പോവുകയാണ്. ബുദ്ധിമതിയായ കന്യകമാരെ പോലെ കിരീടധാരണത്തിനായി പോകുന്ന സിസ്റ്റർ ജാനറ്റമ്മയ്ക്ക് വേണ്ടി നമുക്ക് ജാനറ്റമ്മയെ നമുക്ക് അനുധാവനം ചെയ്യാം. പ്രത്യേകമായിട്ട് ഈ സിസ്റ്ററിൻ്റെ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരും പ്രത്യേകമായിട്ട് സഹോദരപ്പെടുത്തിയുടെ, അതുപോലെ സഹോദരൻ്റെ സംഗീതത്തിലൂടെ ജർമ്മനിയിലാണ്, അതുപോലെ തന്നെ സഹോദരി പുത്രനാണ്, അതുപോലെ ജെസിയുണ്ട്. ഇവരെ അതിലെ കൊണ്ട് അതുപോലെ തന്നെ സിസ്റ്റർ കൂടുതൽ നാൾ ജീവിച്ച സിസ്റ്റർ കുടുംബാംഗങ്ങൾ അവർക്കെല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവരോടൊപ്പം ഉണ്ടാകുന്നു. ഈ സിസ്റ്ററിൻ്റെ ആ സ്നേഹം ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് അനുഭവിക്കാൻ സാധിക്കില്ലെങ്കിലും സിസ്റ്ററിൻ്റെ മധ്യസ്ഥ സ്നേഹം അവരോട് ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പും നൽകുകയാണ്. അപ്പോൾ ഈ അമ്മയെ നമുക്ക് നമ്മുടെ സ്നേഹത്തിലൂടെ അനുഭവിക്കാം. ദൈവം സിസ്റ്ററിലേക്ക് പ്രവേശിച്ചു. ഗോഡ് എൻ്റേർഡ് ഇൻ ഹെർ ലൈഫ്. അത് ആ സിസ്റ്ററെ അതിലൂടെ ദൈവത്തെ അനുഭവിച്ചതുകൊണ്ട് നമുക്ക് ഓരോരോ അനുഗ്രഹമായി തീർന്നു, നമുക്ക് ഒരു പാഠമായി തീർന്നു. നമുക്കെല്ലാവർക്കും സിസ്റ്റർ നൽകുന്നൊരു പാഠമുണ്ട്. എല്ലാ മനുഷ്യരെയും പരിഗണിക്കണം, എല്ലാവരെയും സ്വീകരിക്കണം. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ഛായയിലെ സാദൃശ്യങ്ങളുമാണ്. അതുപോലെ തന്നെ സമൂഹത്തിലുള്ള പ്രതിബദ്ധത അവർ കാണിച്ചു. വളരെയധികം സന്തോഷവതിയായ ഒരു സിസ്റ്ററായിരുന്നു. ആ സുവിശേഷത്തിൻ്റെ ദൈവത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുമ്പോൾ ആ അനുഭവം നമുക്ക് മറ്റുള്ളവർക്കായി പകർന്നു നൽകണം എന്നുള്ള ഒരു സന്ദേശം നൽകിയിട്ടാണ് ഈ സിസ്റ്റർ ഇവിടെ പറയുക. അതാണ്
നമുക്ക് നമ്മുടെ ഓർമ്മകളെ അപ്പോൾ ഈ വളരെ അടുത്ത ആളുകൾക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ സിസ്റ്ററിൻ്റെ ആ ഒരു പാരമ്പര്യം നോക്കിയാൽ നമുക്കറിയാം, സിസ്റ്റർ വളരെ സമർത്ഥിയായ നിപുണയായ സിസ്റ്റർ സ്വാമിയുടെ ഒരു പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ വളരെ സ്നേഹധനിയായ സിസ്റ്റർ മിനിയമ്മയുടെ വലിയൊരു പാരമ്പര്യമുണ്ട്. സ്നേഹവും ആ ലാളനയും വളരെയധികം കിട്ടിയ കൊച്ചമ്മയുടെ മകളാണ്. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലും സ്നേഹം എന്താണെന്ന് അറിയുകയും ആ സ്നേഹം മറ്റുള്ളവർക്കായി നൽകുകയും ചെയ്ത ഈ സിസ്റ്ററിനെ നമ്മൾ യാത്ര പറയുകയാണ്. എല്ലാവിധ പ്രാർത്ഥനകളും അവർക്ക് നേരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനിമേൽ നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയില്ല. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും, നമ്മുടെ സ്നേഹം ഇനി പ്രകടമാക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. ആ സിസ്റ്ററിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഓരോ നിത്യകീടം അവർക്ക് വാഗ്ദാനിക്കപ്പെട്ടിട്ടുള്ള വിളക്കുമായി കത്തിച്ച വിളക്കുമായി ചരിച്ച ആ മണവാട്ടിയെ പോലെ തന്നെ എൻ്റെ നാഥനായിട്ട് ആ സ്വർഗീയ മണവറയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സിസ്റ്ററിനെ മണവാളനായ ക്രിസ്തു സ്വീകരിക്കട്ടെ. പിതാവിൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ച് പിതാവ് തയ്യാറാക്കിയിരിക്കുന്ന അനേക വാസസ്ഥലങ്ങളിൽ നിന്ന് സിസ്റ്റർ നൽകട്ടെയുള്ള പ്രാർത്ഥന കൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും ദർശിസ്ഥാനമാകുകയും